പർവ്വതങ്ങൾ, ദ്വീപുകൾ, മൗണ്ടൻസ് ആൻഡ് ഐലൻഡ്സ്. ചതുപ്പ് നിലങ്ങളിൽ ജൈവവസ്തുക്കൾ നിക്ഷേപിച്ചുണ്ടാകുന്ന മണ്ണ്. പീറ്റ് മണ്ണ്. ചതുപ്പ് നിലങ്ങളിൽ ജൈവവസ്തുക്കൾ നിക്ഷേപിച്ചുണ്ടാകുന്ന മണ്ണ്. പീറ്റ് മണ്ണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ. സുന്ദർബൻസ് ഡെൽറ്റ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ. സുന്ദർബൻസ് ഡെൽറ്റ. ഇന്ത്യ, ബംഗ്ലാദേശ്. സുന്ദർബൻസ് ഡെൽറ്റ. താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത്. ജയ്സാൽമീർ. താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് ജയ്സാൽമീർ, രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം. ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം. ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ലാറ്ററൈറ്റ് മണ്ണ് ചുവപ്പ് നിറം നൽകുന്നത്. അയൺ ഓക്സൈഡ്. ലാറ്ററൈറ്റ് മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് അയൺ ഓക്സൈഡ്. ലാറ്ററൈറ്റ് മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് അയൺ ഓക്സൈഡ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര. ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര. ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര. ആരവല്ലി. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ കൂടിച്ചേരുന്നത് എവിടെ വെച്ച്? നീലഗിരി കുന്നുകളിൽ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ കൂടിച്ചേരുന്നത് നീലഗിരി കുന്നുകളിൽ വെച്ചാണ്. തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിൽ വെച്ചാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ കൂടിച്ചേരുന്നത്. പശ്ചിമ തീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? കൊങ്കൺ തീരം. പശ്ചിമ തീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു?
കൊങ്കൺ തീരം. കൊങ്കൺ തീരം. ലക്ഷദ്വീപിലെ ജനസംഖ്യ കൂടിയ ദ്വീപ്. കവരത്തി. ലക്ഷദ്വീപിലെ ജനസംഖ്യ കൂടിയ ദ്വീപ്. ജനസംഖ്യ കൂടിയ ദ്വീപ് കവരത്തി. കവരത്തിയാണ് ജനസംഖ്യ കൂടിയ ദ്വീപ്. കവരത്തി. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം. 10th ചാനൽ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം. 10th ചാനൽ. 10th ചാനൽ. 10th ചാനൽ. 10th ചാനൽ. 10th ചാനൽ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 10th ചാനൽ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ ഷഹീദ് ആൻഡ് സ്വരാജ് ദ്വീപുകൾ എന്ന് വിശേഷിപ്പിച്ചത്. സുഭാഷ് ചന്ദ്രബോസ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ ഷഹീദ് എന്നും സ്വരാജ് എന്നും വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മഞ്ചുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി. ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മഞ്ചുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി. മഞ്ചുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി. മഞ്ചുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയിലാണ് മഞ്ചുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുത്രയിലാണ് മഞ്ചുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം. ബാരൻ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ. ബാരൻ. ഇന്ത്യയുടെ ഉത്തര സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. ഇന്ത്യയുടെ ഉത്തര മഹാസമതലത്തിൽ മെയ് ജൂൺ മാസത്തിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ശക്തമായ മഴയും കാറ്റുമാണ് കാൽ ബൈശാഖി. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ശക്തമായ മഴയും കാറ്റുമാണ് കാൽ ബൈശാഖി. കാൽ ബൈശാഖി. ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്ന കാലയളവ്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്ന കാലയളവ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്നത്. വീലർ ദ്വീപ്. ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപ്. ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് വീലർ ദ്വീപ്. വീലർ ദ്വീപ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും
വിഭജിക്കുന്ന പർവ്വതനിര. വിന്ധ്യാനിരകൾ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും രണ്ടായി തരംതിരിക്കുന്ന പർവ്വതനിര. വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന പർവ്വതനിര വിന്ധ്യാനിരകൾ. വിന്ധ്യാനിരകളാണ് വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്നത്. വിന്ധ്യാനിരകൾ. വിന്ധ്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമി. സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും തമ്മിൽ വേർതിരിക്കുന്നത്. ഡങ്കൺ പാസേജ്. സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഡങ്കൺ പാസേജ്. ഡങ്കൺ പാസേജ്. ഓക്കെ, ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി എക്സാമാണ്. ഇപ്പോൾ പഠിച്ച കാര്യം എക്സാമിൽ എന്ന പോലെ സ്വയം ചോദ്യം വായിച്ച് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. 10 സെക്കൻഡിനുള്ളിൽ ചോദ്യം വായിച്ച് ഉത്തരം കണ്ടെത്തണം. 10 സെക്കൻഡ്. ഓക്കെ, എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, സ്റ്റാർട്ട്സ് നൗ.
ഓക്കെ, ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. എക്സാം അവസാനിച്ചിരിക്കുകയാണ്. എക്സാമിൽ സ്കോർ കുറവുള്ളവർ 3 പ്രാവശ്യം കാണുകയും 3 പ്രാവശ്യം എക്സാം അറ്റൻഡ് ചെയ്യുകയും ചെയ്യുക. വീണ്ടും സ്കോർ കുറവാണെങ്കിൽ വീണ്ടും 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. വീണ്ടും സ്കോർ കുറവാണെങ്കിൽ വീണ്ടും 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ 3+3+3 എന്ന രീതിയിൽ 9 പ്രാവശ്യം കാണുകയും എക്സാം അറ്റൻഡ് ചെയ്യുകയും ചെയ്താൽ ഈ പാഠഭാഗം എല്ലാം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവുകയും മനഃപ്പാഠമാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഓൾ. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.